നമസ്കാരം. മേപ്പാടി നെല്ലിമുണ്ടയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. മേപ്പാടിയിലെ പ്രധാന പാതയിൽ സീബ്ര ലൈൻ വേണമെന്ന ആവശ്യം ശക്തം. ന്യൂസ് വേഴ്സിൻ്റെ വിശദാംശങ്ങളിലേക്ക്. മേപ്പാടി നെല്ലിമുണ്ടയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഇന്നലെ വൈകിട്ടോടെയാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. ഏറെ പണിപ്പെട്ടാണ് കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്തിയത്. പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ. പൂർണ്ണമായും ജനവാസ കേന്ദ്രമായ മേപ്പാടി നെല്ലിമുണ്ട അമ്പലക്കുന്ന് പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് കാട്ടാനകൾ കൂട്ടമായി എത്തിയത്. ഈ സമയങ്ങളിൽ നെല്ലിമുണ്ട ഗ്രൗണ്ടിൽ നിരവധി ആളുകളുമുണ്ടായിരുന്നു. ഏറെ പാടുപെട്ടാണ് വനംവകുപ്പ് ആനകളെ തുരത്തിയത്. ഒരു ഭാഗത്ത് പടക്കം പൊട്ടിക്കുമ്പോൾ മറുഭാഗത്തു കൂടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുട്ടികളെ മദ്രസയിൽ വിടാൻ പോലും ഭയപ്പെടുകയാണ് നാട്ടുകാർ. മിഞ്ഞാന്ന് രാത്രി വന്ന ആന ഇന്നലെ പകൽ മുഴുവൻ നമ്മളെ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ അവിടെ കാരണം ചെറിയ മക്കളായാലും വലിയവരൊക്കെ പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഗ്രൗണ്ടിൽ നിന്നിട്ടാണ്, കാരണം അത്രയ്ക്ക് ഒരു സുരക്ഷിതത്വമില്ല. നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ നമുക്കൊന്ന് മാറി നിൽക്കാനോ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം ഉള്ളത് ഡ്രൈവർമാരാണ്. അവർ വരുന്നത് ഈ 11 മണി 11:30 രാത്രി. അപ്പോൾ അവർക്കൊക്കെ ഒരു സുരക്ഷിതത്വം വേണ്ടേ. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത് ഇവിടെ എസ്റ്റേറ്റിൻ്റെ ഇവിടേക്കാണ് വന്നത്. നമ്മൾ ഇത്ര അടുത്താകുമ്പോൾ നമുക്ക് ഒരു പേടിയാണ്. ഈ മക്കൾ നമ്മളിവിടെ അടുത്തുള്ളവരൊക്കെ കുടുംബക്കാരും അയൽവാസികളൊക്കെ നല്ല ബന്ധമാണ്. അപ്പോൾ ഇവരെന്താക്കും, പകൽ നമ്മളോടും കൂടെ പറയാതെയാണ് മക്കൾ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ വന്യമൃഗങ്ങൾ ആനാന്ന് മാത്രമല്ല, ഇപ്പോൾ പുലിയായാലും കടുവയായാലും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ തുടർ സമരമെന്നും നാട്ടുകാർ. മലനാട് ന്യൂസ്, മേപ്പാടി. തുടർച്ചയായി കാട്ടാനകൾ കൂട്ടമായി എത്തിയിട്ടും വനംവകുപ്പിൻ്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാർ രേഖപ്പെടുത്തുന്നത്. ഇനിയും മനുഷ്യജീവനുകൾ പൊലിയാൻ കാത്തുനിൽക്കാതെ അടിയന്തര പരിഹാരം വേണമെന്ന് ആവശ്യം. നാട്ടുകാരുടെ പ്രതികരണം ജനശബ്ദത്തിലൂടെ. നമ്മൾ രാത്രി ഇറങ്ങിയ പുറത്ത് ഇട്ടിട്ടാണ് നമ്മൾ ഇത് സൗണ്ട് ഇട്ടിട്ട് നോക്കുന്നത്. ആ സമയത്താണ് വരുന്നത്. അപ്പോൾ ഇന്നലെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ക്യാമ്പ് എടുക്കണ ചെറിയ ചെറിയ മക്കൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ആന കുന്നിൻ്റെ മുകളിലായി 7 ആനകൾ. ഇപ്പോൾ ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം. നമ്മളെ മക്കളൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ആദ്യമൊക്കെ എന്നാൽ രാത്രി കഴിഞ്ഞ് വന്നിന്, ഇപ്പോൾ പകൽ നട്ടുച്ചയ്ക്ക് വരെ പിന്നെ നമ്മളെ കുട്ടികളൊക്കെ ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്ന സമയത്ത് വരെ ആനയാണ്. ഞങ്ങൾ ഈ നാട് വലിയൊരു പ്രയാസത്തിലാണുള്ളത്. കാരണം പിന്നെ ഒരുപാട് കുട്ടികൾ, ഞാനിവിടെ മദ്രസയിലെ പ്രധാന അധ്യാപകനാണ്. പിന്നെ 6 വയസ്സ് മുതലുള്ള ചെറിയ ചെറിയ പിഞ്ചു മക്കൾ രാവിലെ 7 മണിക്ക് മദ്രസയിൽ വരുന്നതാണ്. ഇവിടെ അധിക പേരും പിന്നെ വണ്ടിക്ക് പോകുന്നവരല്ല. അപ്പോൾ ഈ രാവിലെ മക്കൾ മദ്രസ പോകുമ്പോൾ നമുക്ക് രക്ഷിതാക്കൾക്കോടെ സമാധാനം ഉണ്ടാവില്ല. പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഓരോ കൊണ്ടാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. പിന്നെ ഒരു സൂക്കട് വന്നിട്ടുണ്ടെങ്കിൽ ആസ്പത്രി കൊണ്ടുപോകണമെങ്കിൽ പകൽ തന്നെ, രാത്രിയാകൊന്നും വേണ്ട, പകൽ തന്നെ ഇങ്ങനെ ആനശല്യമായാൽ ഈ രാത്രിത്തെ കാര്യം പറയാൻ നിൽക്കണം. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉടൻ ചെയ്യണം. മേപ്പാടിയിലെ പ്രധാന പാതയിൽ സീബ്ര ലൈൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രം, പോലീസ് സ്റ്റേഷൻ, സ്കൂളുകൾ എന്നീ സ്ഥാപനങ്ങളുടെ പ്രദേശത്താണ് സീബ്ര ലൈൻ ഇല്ലാത്തത്. പ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഗവൺമെന്റ് ആശുപത്രി അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നൂറുകണക്കിന് ആളുകൾ ബസ് ഇറങ്ങുന്ന ജംഗ്ഷനാണ് ഇത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, LP സ്കൂൾ, മുണ്ടക്കൈ LP സ്കൂൾ, കുടുംബാരോഗ്യ കേന്ദ്രം, പഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന പ്രധാന പാതയിലാണ് സീബ്ര ലൈൻ ഇല്ലാത്തത്. സ്കൂൾ കുട്ടികളടക്കം നിരവധി ആളുകൾ ബസ്സിറങ്ങി റോഡ് ക്രോസ് ചെയ്തു വരുന്നത് വളരെ പ്രയാസപ്പെട്ടാണ്. ഇവിടെ സീബ്ര ലൈൻ വരയ്ക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും ഇതുവരെയും അതിന് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ ബസ് പ്രദേശത്ത് ഇന്നൊരു സീബ്ര ലൈൻ വരെ ഇല്ല. 9 മണിയാവുമ്പോഴും ഒരു 4 മണിക്ക് ശേഷം വലിയ തിരക്കുകളും വാഹന തിരക്കും വരുന്ന ഈ പ്രദേശത്ത് അടിയന്തരമായിട്ട് സീബ്ര ലൈൻ. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തത് കാരണമാണ് സീബ്ര ലൈൻ വരയ്ക്കാത്തതെന്നാണ് അധികൃതരുടെ പ്രതികരണം. എന്നാൽ വർഷം ഇത്രയായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് റോഡ് പണി പൂർത്തീകരിച്ച സീബ്ര ലൈൻ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. മലനാട് ന്യൂസ്, മേപ്പാടി. ന്യൂസ് ഒരു ഇടവേള.
Bobby Chamanur International Jewelers. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. Kavita Gold and Diamonds, the versatile jewelry. പല വേഗത്തിൽ അടിപൊളി മേളത്തിൽ ഒന്നാഘോഷിക്കാൻ പോകുന്നു. ഉല്ലാസം വാനോളം. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. വയനാട് ജില്ലയിലെ ഗൈനക്കോളജിസ്റ്റുമാരുടെ കൂട്ടായ്മയായ വയനാട് ലാബ്കോൺ സംസ്ഥാനത്തെ ഗൈനക്കോളജിസ്റ്റുകൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നത് ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസവത്തെ തുടർന്നുള്ള മാതൃ ശിശു മരണങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കിയാണ് സംഘടനയുടെ ലക്ഷ്യം. കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജില്ലയിൽ പ്രസവത്തെ തുടർന്നുള്ള മരണങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുതിയ സാങ്കേതിക വിദ്യയും അറിവും മുഴുവൻ ഡോക്ടർമാരിലേക്കും ജീവനക്കാരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യം. ഞായറാഴ്ച കൽപ്പറ്റ മസ്രൈൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടിയെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. വയനാട് OBG സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന 11-ാം തീയതി കൽപ്പറ്റയിൽ വെച്ച് ഒരു തുടർ വിദ്യാഭ്യാസ പരിപാടി നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഗ്രാമപ്രദേശത്തുള്ള ഗൈനക്കോളജിസ്റ്റുമാർക്ക് പ്രത്യേകിച്ചും ലാപ്രോസ്കോപ്പിക് സർജറിയെ പറ്റിയും മാതൃമരണ നിരക്ക് കുറയ്ക്കാൻ അനിവാര്യമായ നൂതന വൈദ്യശാസ്ത്ര രംഗത്തെ പ്രവർത്തനങ്ങളെപ്പറ്റിയും ബോധവൽക്കരിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. മേപ്പാടി വിക്ടറി പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് തുടക്കമായി. 8 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. വിക്ടറി ക്ലബ് പ്രസിഡന്റ് ഹമീദ് മത്സരം ഉദ്ഘാടനം ചെയ്തു. മേപ്പാടി റോയൽ FCയും ബ്ലൂ കില്ലേഴ്സ് ക്ലബ്ബും തമ്മിലായിരുന്നു ആദ്യ മത്സരം. ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ച നടക്കും. വിക്ടറി ക്ലബ് സെക്രട്ടറിയും മുൻ സ്റ്റേറ്റ് താരവുമായ ഷാബിക്, മറ്റ് ഭാരവാഹികളായ KP ഷമീർ, V സമീർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ന്യൂസ് ഡെസ്കിൽ ഒരു ഇടവേള കൂടി. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ 1 പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. വാർത്തകൾ ചുരുക്കത്തിൽ. സേവാഭാരതിയുടെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സഹായത്തോടെ മാനന്തവാടി തോണിച്ചാൽ സ്വദേശി ബാലാമണി അമ്മയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. തലചായി ഒരിടം പദ്ധതി പ്രകാരം ജില്ലയിൽ നിർമ്മിച്ചു നൽകുന്ന ആദ്യത്തെ വീടാണ് ഇത്. NK മന്മഥൻ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് സത്യൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി എടവക യൂണിറ്റ് പ്രസിഡന്റ് K ബാബു അധ്യക്ഷനായി. ഭവന നിർമ്മാണ സമിതി ചെയർമാൻ EK ഗോപി, PR പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എരുമത്തെരുവ് കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടത്തി. ഗണപതി ഹോമം, കലശം, പഞ്ചഗവ്യം, മഹാഗുരുതി സമർപ്പണം, അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി വടക്കേ കോറമംഗലം കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അരുൺ ശർമ്മ സഹകാർമ്മികനായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് MG അനിൽകുമാർ, സെക്രട്ടറി MR അശോകൻ, രക്ഷാധികാരി T മണി എന്നിവർ നേതൃത്വം നൽകി. മെയ് 12 മുതൽ 14 വരെ നടത്തുന്ന മാരിയമ്മൻ പൂജയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ, താഴെയങ്ങാടി മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി അകമ്പടിയോടുകൂടി കരകം എഴുന്നള്ളത്ത്, മാവിളക്ക് എഴുന്നള്ളത്ത്, ഗുരുസി എന്നിവയും ഉണ്ടാകും.
SDPI മാനന്തവാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കൂട്ടയോട്ടവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. മാനന്തവാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് മണ്ഡലം സെക്രട്ടറി സജീർ MT ഫ്ളാഗ് ഓഫ് ചെയ്ത കൂട്ടയോട്ടം ഗാന്ധി പാർക്കിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ SDPI സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ പ്രസിഡന്റ് മുഹമ്മദ് ആസിഫ് ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. മർക്കസ് ഐഷോർ ജൂനിയർ സിവിൽ സർവീസ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം മാനന്തവാടി അമ്പുകുത്തിയിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിച്ചു. മർക്കസ് ഡയറക്ടർ CP ഉബൈദുള്ള സഖാഫി അധ്യക്ഷത വഹിച്ചു. പ്രൊജക്ട് കോർഡിനേറ്റർ അബ്ദുൾ സമദ്, നഗരസഭാ കൗൺസിലർ PVS മൂസ, ഈഷിദ് ഷാമിൽ, ഇർഫാനി, ബഷീർ എന്നിവർ സംസാരിച്ചു. ദിയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് തണലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തണലാകാൻ ഒരു ചായ സൽക്കാരം പരിപാടിയുടെ മുന്നോടിയായി വിളംബര ജാഥ നടത്തി. സുൽത്താൻ ബത്തേരി ടൗണിൽ നടത്തിയ വിളംബര ജാഥയ്ക്ക് സ്വാഗത സംഘം ഭാരവാഹികളായ അഷ്റഫ് ജമാൽ, PV സിദ്ദിഖ്, നവാസ് കണ്ടോത്ത, ഷമീർ ചേനയ്ക്കൽ, T ശശികുമാർ, സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. ബത്തേരി കല്ലുവയലിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷി കുട്ടികളുടെ സ്കൂൾ പ്രവർത്തനത്തിന് ഫണ്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് വൈകിട്ട് സുൽത്താൻ ബത്തേരി WMO സ്കൂളിൽ ചായ സൽക്കാരം നടത്തിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടെ ന്യൂസ് ഫേസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.